ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ നടിയായ ഗായത്രി വർഷ ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട്. ഗായത്രി വർഷ, നമ്മളെല്ലാവരും ബഹുമാനിക്കുന്ന മല്ലികാ സുകുമാരൻ്റെ ഒരു ടെലിഫോൺ അഭിമുഖം ഇന്ന് ഞങ്ങൾക്ക് കിട്ടി. അതിൽ അവർ പറഞ്ഞിരിക്കുന്നു, സിനിമ കണ്ട് ഇറങ്ങി വന്ന് സ്വാഭാവിക പ്രതികരണം എന്ന നിലയ്ക്ക് ഗംഭീരം എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്ര നടൻ, അദ്ദേഹം പിന്നെ വളരെ ദുരൂഹമാം വിധം വളരെ തീവ്രമായിട്ടുള്ള എമ്പുരാൻ എതിർപ്പിലേക്ക് കടന്നുപോയി. ഇത് ദുരുദ്വേഷപരമാണ് എന്ന് പറഞ്ഞു. ഞാൻ അത് പറയട്ടെ, നിർഭാഗ്യവശാൽ അത് മേജർ രവിക്ക് എതിരെയാണ്. ഈ ആക്രമണം ഒരു വശത്ത് നിന്ന് നയിക്കുന്ന, സിനിമാ മേഖലയിൽ നിന്ന് നയിക്കുന്ന മേജർ രവിക്ക് എതിരെയാണ് ആ അഭിപ്രായം വന്നത്. ആ അഭിപ്രായം PCR അതൊന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കും. ഈ ഇന്നലെ പോസ്റ്റ് ഇട്ട മേജർ രവി അടക്കം ഇറങ്ങിയപ്പോ പറഞ്ഞെന്താണെന്നറിയോ, ഓടി വന്നങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഇത് ചരിത്രം സൃഷ്ടിക്കുന്ന പടമാണ് സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് എല്ലാ അഭിനന്ദനങ്ങളും അറിയിച്ചേച്ച് പോയ ആളാണ്. ഇന്നലെ ഞാൻ നോക്കിയപ്പോ ഒരു പോസ്റ്റ് കണ്ടു. മിനിയാന്ന് രാത്രിയിൽ ഒരു പോസ്റ്റ് ഇടുന്നു, പൃഥ്വിരാജ് ചതിച്ചു, ഈ സീനും ആരും കണ്ടിട്ടില്ല, പ്രിവ്യൂ. എന്തൊക്കെ നുണയാണ് ഒരു ദേശസ്നേഹിയായ കമാൻഡോ എന്ന് സ്വയം അവകാശപ്പെടുന്ന ആ മനുഷ്യൻ പറഞ്ഞത്. ഇതാണോ ദേശസ്നേഹം? ഇതൊക്കെ വ്യക്തി സ്നേഹം എന്നല്ലാതെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലേ, വേറെ എന്താ പറയണ്ടത് നിനക്ക്? കറക്റ്റ് സുകുമാരൻ ചേട്ടന്റെ ഒരു ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ. അങ്ങനെ ഇതൊന്നും അവനെ അങ്ങനെ തളർത്തത്തില്ല. അവന് സങ്കടം വന്ന എന്താ അറിയോ, ഈ തുടക്കത്തിലുള്ള സീന് പൃഥ്വിരാജ് എഴുതി ചേർത്ത് ചതിച്ചതാണ്. കണ്ടില്ല, മറ്റേത് സ്ക്രിപ്റ്റ് കണ്ടില്ല, പ്രിവ്യൂ കണ്ടില്ല. നേരെ തിയേറ്ററിൽ ചെന്നപ്പോഴായിരിക്കും ഒരു സീനുണ്ട്. അത് ശുദ്ധ നുണയല്ലേ ഒരു പട്ടാളത്തിൽ സേവിച്ച ഒരു മനുഷ്യൻ പറഞ്ഞത്? അതൊക്കെ ആത്മാർത്ഥമായിട്ട് എവിടെങ്കിലും നിന്ന് പറയാമോ സത്യമാണെന്നുള്ളത്? മോഹൻലാലും പറഞ്ഞിട്ടില്ല, ആന്റണിയും പറഞ്ഞിട്ടില്ല, അവർ പറയത്തുമില്ല. ഇത് എവിടുന്ന് വന്ന ഒരാള് 3 ദിവസം മുമ്പ് സങ്കടം എഴുതി എന്റെ കയ്യിൽ തന്നിട്ടുണ്ടേ, ഞാൻ നാളെ തരാമെന്നൊക്കെ പറയാനായിട്ട്. ഇവരൊക്കെ ആരാ? മോഹൻലാലിന്റെ രക്ഷിതാക്കളോ? നന്നായിരിക്കും. ഇല്ലാത്ത ശത്രുക്കളെ ഉണ്ടാക്കി വെക്കരുത്, അവരോടൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്ക്. ഗായത്രി വർഷ, മല്ലിക സുകുമാരനെ നമുക്കറിയാം. അവർ എന്തൊക്കെ എത്രമാത്രം സംസാരിക്കും, എന്തൊക്കെയാണ് അവരുടെ ഒരു പൊതുവെ ഉള്ള രീതികൾ എന്ന് നമുക്കറിയാം. അവരിൽ നിന്ന് ഉണ്ടായ കടുത്ത, വളരെ സ്വാഭാവിക നിലയ്ക്കാണ് പറയുന്നതെങ്കിലും കടുത്ത പരാമർശങ്ങളാണുള്ളത്. അതിൽ മേജർ രവി പെട്ടെന്ന് അഭിപ്രായം മാറ്റി അത് ദുരൂഹമാണ് എന്നാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. അതിൻ്റെയും അപ്പുറത്തിലേക്ക് പോവുകയാണ് എന്ന് കേട്ടപ്പോൾ മനസ്സിലായില്ലേ, നുണകൾ ഉപയോഗിച്ചു എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വിദ്വേഷത്തിലേക്ക് എത്തുന്ന തരത്തിൽ എതിർപ്പ് പോകുന്നു, അതിൽ വർഗീയത, ക്രിസ്ത്യൻ സമുദായത്തെയൊക്കെ കൂട്ടുപിടിക്കുന്ന തരത്തിൽ വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു എന്നാണ്. അതിൽ നുണ എന്ന എലിമെൻ്റ് കൂടി കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നാണ് മല്ലിക ചേച്ചി പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ പരാമർശങ്ങൾ സ്വാഭാവികമാണോ? ഇതിങ്ങനെ അങ്ങനെയാണെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു സാർവത്രികത അതിൽ നിലയുറപ്പിച്ചുകൊണ്ട് നമുക്ക് അനുവദിക്കാവുന്ന തരത്തിലുള്ള, മൂകമായി കേട്ടിരിക്കാവുന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് നടക്കുന്നത്. സിനിമയുടെ ചോറുണ്ണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, നിലപാടുള്ളൊരു കലാകാരി എന്ന നിലയ്ക്ക് പ്രതികരിക്കൂ. തീർച്ചയായിട്ടും ഇത് ഒട്ടും നിസ്സാരമായിട്ട്, ഇപ്പം നമ്മളുടെ ചർച്ച തുടങ്ങിയത് ശ്രീ ഷാബു പ്രസാദ് സാറിലാണ്. ഒട്ടും നിസ്സാരമായിട്ട് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞത്, ഇതിപ്പോൾ ഒരു വിഷയമാണ്, അടുത്തൊരു വിഷയം കിട്ടുമ്പോൾ ഇതങ്ങ് പോകും. എന്തായാലും എമ്പുരാനെ സംബന്ധിക്കുന്ന, അല്ലെങ്കിൽ എമ്പുരാൻ പറഞ്ഞ രാഷ്ട്രീയത്തെ സംബന്ധിക്കുന്ന, ഞാനിപ്പോൾ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എന്ന് പോലും നിർത്തുന്നില്ല. കാരണം അതും കടന്നിട്ട് കേരള സമൂഹത്തിൽ, ഇന്ത്യ സമൂഹത്തിൽ വളരെ ഗൗരവമുള്ള രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഈ സിനിമ തുടക്കം കുറിച്ചു എന്നുള്ള ബിഗ് സല്യൂട്ട് സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും അർപ്പിച്ചുകൊണ്ട് ഇത് അതിനപ്പുറത്തേക്കുള്ളൊരു സാമൂഹ്യ വിഷയമായിട്ടും ഇന്ത്യ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയമായിട്ടും മാറിയിരിക്കുകയാണ്. ഇതിനപ്പുറത്തേക്കൊരു വിഷയം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ മനുഷ്യരുടെയും വ്യക്തി ജീവിതത്തിലേക്കും സമൂഹ ജീവിതത്തിലേക്കും ചർച്ച ചെയ്യാനില്ല. അതുകൊണ്ട് ഏറ്റവും ബഹുമാനപൂർവ്വം ഞാൻ അദ്ദേഹത്തെ വളരെ ശക്തമായിട്ട് വിമർശിച്ചുകൊണ്ട് ഖണ്ഡിക്കുകയാണ്. മറ്റൊരു വിഷയം കിട്ടുന്നിടം വരെ ഉള്ളൂ ഇത് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ പ്രതിനിധീകരിക്കുന്ന വലതുപക്ഷ സംസ്കാരത്തിൻ്റെ ഏറ്റവും ഗൂഢമായ ലക്ഷ്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയ മണ്ടത്തരം. ഞാനത് അവിടെ വിടുകയാണ്. ആ വിഷയം ഞങ്ങളെപ്പോലെയുള്ള പ്രതിബദ്ധരായ കലാകാരന്മാർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും ഇതൊരു ചെറിയ വിഷയമല്ല. ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് മറ്റൊരു വിഷയവുമില്ല. അതാണ് ആവിഷ്കാര, അഭിപ്രായ, വ്യക്തി സ്വാതന്ത്ര്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികമായ അവകാശങ്ങളുടെ മേലെ വാള് വയ്ക്കുന്ന, ഇതിനപ്പുറത്തേക്ക് മറ്റൊരു കാര്യം ഞങ്ങൾക്കില്ല സർ.
അത് ആരോടും പറയുന്നു. പിന്നെ രണ്ടാമത് ഇവരെപ്പോഴും പറയുന്നു, ഈ വലതുപക്ഷത്തിൻ്റെ വാദങ്ങൾ നമ്മൾ കേൾക്കുന്നത്, സനാതനധർമ്മം പേറുന്ന ഇന്ത്യയിൽ ഈ സിനിമ, ഇന്ത്യ സനാതനധർമ്മം പേറുന്നതാണോ അല്ലയോ എന്നുള്ളത് ഞങ്ങൾക്ക് ബാധകമേ അല്ല. ഇന്ത്യ ലോകത്തെ ഏറ്റവും ബൃഹത്തായ ഏറ്റവും വലിയ സാംസ്കാരിക ഔന്നത്യമുള്ള ഒരു ഭരണഘടനയുടെ കീഴിൽ ഇന്നും പരമാധികാര റിപ്പബ്ലിക്കായിട്ട് ഞങ്ങൾ ബഹുമാനിക്കുന്ന ഇന്ത്യക്കാരിയാണ്, ഭാരതീയയാണ്. അവരുടെ ഭാഷയിൽ ഞാനൊരു ഭാരതീയ സ്ത്രീയാണ് എന്ന് പറയുന്നതിൽ ഇന്ത്യൻ ഭരണഘടന മുന്നിൽ വെച്ചുകൊണ്ട് അഭിമാനത്തോടെ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന കലാകാരിയും കൂടിയാണ്. ഞങ്ങൾക്ക് ഭരണഘടനയാണ് പ്രശ്നം. ഭരണഘടനാപരമായി ഞങ്ങളുടെ അവകാശ അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഹനിക്കുന്നുണ്ടെങ്കിൽ ആ ഹനിക്കപ്പെടുന്നവരുടെ കൂടെ നിന്ന് ആ ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടി ആത്യന്തികമായി സമരം ചെയ്യുന്നവർ തന്നെയാണ് ഈ കേരളം ഉൾപ്പെടെയുള്ള ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങൾ എന്നുള്ളതാണ് എമ്പുരാനെതിരെ ഇവരെടുത്ത വളരെ കൃത്യമായ, വളരെ ഫോക്കസ്ഡ് ആയിട്ടുള്ള, വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഈ അധിക്ഷേപ ആക്രമണങ്ങൾക്കെതിരെയുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കുന്നത്. ചോദ്യത്തിലേക്ക് ഞാൻ വളരെ നേരെ വരികയാണ്. മേജർ രവി സാറ് എന്തുകൊണ്ടാണ് ആദ്യം വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയും പിന്നീട് ആ നിലപാടിൽ നിന്ന് മാറിയതും? അതായിരുന്നു ചോദ്യത്തിൻ്റെ ഏറ്റവും ക്രിസ്പായിട്ടുള്ള ചോദ്യം, നേർരേഖ ചോദ്യം അതാണ്. ആ ചോദ്യത്തിൽ നിന്ന് മാറിയത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അദ്ദേഹം നമുക്കറിയാം കുറച്ച് കാലങ്ങളായിട്ട് സംഘപരിവാറിൻ്റെ ഈ നാട്ടിലെ ഏറ്റവും വലിയ വക്താവായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഒരു സംഘപരിവാർ പ്രവർത്തകനാകുകയും കലാരംഗത്ത് എസ്പെഷ്യലി സിനിമയിൽ നിന്നൊക്കെയുള്ള വലിയ കലാകാരന്മാരെ കോർഡിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും ആ ശ്രമം ഒരു 70-75% അൻപേ പരാജയപ്പെടുകയും ചെയ്ത ഒരു സംഘപരിവാർ പടയാളിയാണ് ഇന്ന് മേജർ രവി. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ പട്ടാള സിനിമയിൽ തന്നെ ഞാൻ അഭിനയിച്ചിട്ടുള്ള ആളാണ്. എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി നല്ല വ്യക്തിത്വമുള്ള ഒരു പാവം മനുഷ്യൻ എന്നുള്ളതാണ്. അതാണ് ആദ്യത്തെ പ്രതികരണം. ഗായത്രി, അതിലെ അദ്ദേഹം സ്വാഭാവിക പ്രതികരണം ആദ്യം കയറി പറഞ്ഞു. അത് കഴിഞ്ഞ് അദ്ദേഹത്തിലൂടെ സംസാരിച്ചത് മറ്റൊരു സ്വരമാണ്, അദ്ദേഹത്തെ ആവേശിച്ചത് മറ്റൊരു ദുരാത്മാവാണ് എന്ന് നമ്മൾ ഒരു നിഗമനത്തിൽ എത്തേണ്ടതില്ലേ? അത് സ്വാഭാവിക ആവേശം, നൈസർഗികമായ വ്യക്തിപരമായ ആവേശം ഒന്നും ആയിരുന്നില്ല. അത് അനുശാസനത്തിന്റെ കീഴിൽ നിൽക്കുന്ന വെറും ഒരു അടിമയുടെ ശബ്ദമാണത്, വെറും ഒരു അടിമയുടെ ശബ്ദമാണ്. പക്ഷെ അത് മല്ലിക ചേച്ചി പറഞ്ഞതിനോട് ഞാൻ കൂട്ടിച്ചേർത്ത് വെക്കുകയാണ്. മേജർ രവി സാറിനെ പോലെ പട്ടാളത്തിൽ സർവീസ് നടത്തിയ ഒരു പട്ടാളക്കാരനായിരിക്കുന്ന നമ്മുടെ വള്ളുവനാടൻ മേജർ രവി സാറിനെ പോലെ ഒരാൾ ഇത്രയധികം എങ്ങനെയാണ് ഒരു ആജ്ഞാനുവർത്തിയായി മാറിയിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്നുള്ളത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നുണ കൂട്ടി പറഞ്ഞു. അതായത് പൃഥ്വിരാജ് ഇതിലേക്ക്, തിരക്കഥയിലേക്ക് ആദ്യ ഭാഗം ഒളിച്ചു കടത്തിയതാണ്, മറ്റാരും അറിയാതെ ഒളിച്ചു കടത്തിയതാണ്. മാത്രവുമല്ല, മോഹൻലാൽ അടക്കം മറ്റാർക്കും ഇത്തരത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല എന്ന തരത്തിൽ പറഞ്ഞതൊക്കെ നുണയാണ് എന്നവർ കേരളത്തിന്റെ മനസാക്ഷിയോട് വിളിച്ചു പറഞ്ഞിരിക്കുകയാണ്. അതാണ് മല്ലിക ചേച്ചി ഇപ്പൊ പറഞ്ഞു, ഇത് വ്യക്തിസ്നേഹമാണ്, ദേശസ്നേഹമല്ല, വ്യക്തിസ്നേഹമാണ് എന്ന് മല്ലിക ചേച്ചി പറഞ്ഞു. എനിക്ക് തോന്നുന്നില്ല ഇത് മല്ലിക ചേച്ചി. ഞാൻ ഇന്ന് പറയാണ്, കേരള സമൂഹത്തിൽ, ഞാൻ ഇന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അത് കുറിച്ചു, കേരള സമൂഹത്തിൽ നമ്മൾ ഒരു അമ്മയെ റോൾ മോഡൽ ആക്കണമെങ്കിൽ അതിന്ന് ശ്രീമതി മല്ലിക സുകുമാരനെ റോൾ മോഡൽ ആക്കണം. കാരണം അവർ പറഞ്ഞ്, ഇന്ന് നമ്മളുടെ കൈരളിയുടെ തന്നെ പ്രസ്താവനയിൽ അല്ല തന്ന ടെലിഫോൺ കോൺവെർസേഷനിൽ അവർ പറഞ്ഞ കുറേ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. ഒരു പൈസ ഒരാളെ വഞ്ചിച്ച്, ഒരു തെറ്റ് ചെയ്തിട്ട്, കള്ളം ചെയ്തിട്ട്, മറ്റൊരാളെ ചൂഷണം ചെയ്തിട്ട് എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ 10 പൈസ കൊണ്ടുവരില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കേരളത്തിൽ എത്ര മാതാപിതാക്കൾക്ക് ആ ഉറപ്പുണ്ട്? ആ ഉറപ്പുണ്ടെങ്കിൽ ലഹരി ഇതുപോലെ കച്ചവടം ചെയ്യപ്പെടില്ല ഇവിടെ. അപ്പം നമ്മളുടെ കേരളത്തിലെ സാധാരണക്കാരായ അമ്മമാർ കണ്ടുപഠിക്കേണ്ട, ചരിത്രമൊന്നും പോവേണ്ട, ആധുനിക ആനുകാലിക സമൂഹത്തിൻ്റെ എല്ലാ സ്വഭാവവിശേഷങ്ങളോടും കൂടി ഈ പണാധിപത്യ ലോകത്ത് സ്വാർത്ഥമതിയായിട്ട് എൻ്റെ മകൻ 10 പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുവരില്ല എന്നൊരമ്മ പറയുന്നുണ്ടെങ്കിൽ ആ അമ്മ മകനെ വളർത്തിയത് ആ രീതിയിലാണ്. അതിൻ്റെ ബാക്കി നമ്മളോട് തന്നെ മല്ലിക ചേച്ചി പറഞ്ഞു, എൻ്റെ മകൻ ഏറ്റവും ചിട്ടയുള്ള ജീവിതമുള്ളയാളാണ്, ചിട്ടയായ ജീവിതം നയിക്കുന്ന ആളാണ്. എൻ്റെ മകൻ ഇതൊന്നും പ്രശ്നമല്ല. ഇങ്ങനെ മകനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ അഭിമാനപൂർവ്വം പറഞ്ഞ ആ അമ്മ തന്നെയാണ് ലോകത്തിൽ ഇന്ന് ഏറ്റവും വലിയ മാതൃകയായി നിൽക്കേണ്ട അമ്മ എന്ന് ചേർത്ത് വെച്ചിട്ട് ഞാൻ ഒറ്റ കാര്യം കൂടി പറയാണ്. ഇത് വ്യക്തിസ്നേഹവും ദേശസ്നേഹവുമല്ല, ഇത് വർഗീയ പാർട്ടി അടിമത്തത്തിന്റെ പേരിൽ തന്നെ മേജർ രവി സാർ പറഞ്ഞതാണ്. അത് ഒരു കേരള ജനതയുടെ, സാധാരണക്കാരനായ കേരള ജനതയുടെ ശബ്ദമല്ല. ഓക്കെ, വരാം.